മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും മലയാളത്തിലേക്കാക്കിയിട്ട് ഈ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടില്ല. ഞാൻ ഏതായാലും അതിന്റെ പൂർണ്ണ രൂപം വായിച്ചു കേൾപ്പിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും മലയാളത്തിൽ കൊടുക്കാത്തത് എന്നും ഈ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കേൾക്കുമ്പോൾ വിവേകമുള്ള സകല മലയാളികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എല്ലാവരും 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് എല്ലാ ഹൃദയങ്ങളുടെയും ഹൃദയമെടുപ്പ് വന്ദേ മാതരം എന്ന ശബ്ദത്താൽ പ്രതിധ്വനിക്കുന്നു. ഇന്ന് ഓരോ വീടും ത്രിവർണമാണ്, ഓരോ മനസ്സും ത്രിവർണമാണ്. രാജ്യം ആവേശത്തോടെയും പുതിയ പ്രതിജ്ഞകളോടെയും മുന്നോട്ട് നീങ്ങുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ആശംസകൾ. ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിനായി ആത്യന്തിക ത്യാഗം ചെയ്ത ആ മഹാനായ പുത്രന്മാരെ നാം ആദരവോടെ ഓർക്കുന്നു. സ്വാതന്ത്ര്യം എന്ന ഏക ലക്ഷ്യത്തോടെ അവരുടെ തപസ്സും ത്യാഗവും സമർപ്പണവും കൊണ്ട് അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ രാഷ്ട്രസേവനത്തിൽ ചെലവഴിച്ചു. ഇന്ന് ബഹുമാന്യനായ ബാപ്പു ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ത്യാഗത്തിന്റെ മഹത്തായ പാരമ്പര്യം ഉണർത്തിയ മഹാനായ വിപ്ലവകാരികളെയും ഞാൻ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ സന്നിഹിതരായ എല്ലാവർക്കും ഇത് ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം ഓഗസ്റ്റ് 15-ന് ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം പ്രതിധ്വനിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു അവസരം മറ്റെന്താണ്? വെള്ളപ്പൊക്ക ബാധിത കുടുംബങ്ങളോടുള്ള ഐക്യദാർഢ്യം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സമീപ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ദുരിതം അനുഭവിച്ചു. നിരവധി കുടുംബങ്ങൾ അത് ബാധിച്ചിട്ടുണ്ട്. അവരുടെ വേദനയും കഷ്ടപ്പാടും ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ദുരിതബാധിത കുടുംബങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, ഞങ്ങളും മുഴുവൻ രാജ്യവും അവരോടൊപ്പം നിൽക്കുന്നുവെന്ന്. വലിയ സ്വപ്നങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു രാഷ്ട്രവും മഹത്തരമാവുകയും അതിന്റെ സ്വപ്നങ്ങളുടെയും പ്രതിജ്ഞകളുടെയും കഴിവുകളുടെയും ശക്തിയിൽ മുന്നേറുമ്പോഴാണ് അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നത്. നമുക്കിനി ചെറിയ സ്വപ്നങ്ങളുമായി ജീവിക്കാൻ കഴിയില്ല. നമുക്ക് വലിയ സ്വപ്നങ്ങൾ ആവശ്യമാണ്. കാരണം വലിയ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തയെ വിശാലമാക്കുകയും നമ്മുടെ കാഴ്ചപ്പാടിന്റെ ചക്രവാളം വികസിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം. ഒരു പ്രതിജ്ഞ ഉറച്ചതായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളിലൂടെ ഒരു വഴി കണ്ടെത്താനുള്ള കഴിവ് നമ്മിൽ ഉയർന്നു വരുന്നു. നമ്മുടെ തീരുമാനങ്ങളും ഉയർന്നതായിരിക്കണം. കാരണം സ്വപ്നങ്ങൾ ഉയർന്നതായിരിക്കുമ്പോൾ, തീരുമാനങ്ങൾ ഉയർന്നതായിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകളുടെ ഉന്നതിയും വർദ്ധിക്കുന്നു, നമ്മുടെ ശ്രമങ്ങളുടെ ഉയരവും വർദ്ധിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇന്ത്യയും വളരെ വലിയ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഉറച്ച ദൃഢനിശ്ചയത്തോടെ കണ്ട ഒരു സ്വപ്നം, പുതിയ ഉയരങ്ങൾ കൈവരിക്കാനുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നം ഇതാണ്. 2047 സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരു വികസിത ഇന്ത്യയാകും. 1.4 ബില്യൺ ആളുകളുടെ പരിശ്രമത്തിലൂടെയാണ് നമ്മൾ ഈ ലക്ഷ്യം കൈവരിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം വികസനത്തിനായി പ്രതിജ്ഞയെടുക്കുമ്പോൾ അത് ലോകത്തിന്റെ കണ്ണിൽ നമ്മുടെ ധൈര്യത്തിന്റെ പ്രതീകമായി മാറുന്നു. ലോകം നമ്മോടുള്ള കാഴ്ചപ്പാട് മാറ്റാൻ നിർബന്ധിതരാകുന്നു. 12 വർഷത്തെ പുരോഗതി. നാട്ടുകാരെ, ഞാനിത് നിസ്സാരമായി പറയുന്നില്ല. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാർ, ദളിതർ, ഇരകൾ, പിന്നോക്കക്കാർ, ഗോത്രവർഗക്കാർ, ഗ്രാമവാസികൾ, നഗരവാസികൾ, വൃദ്ധർ, സ്ത്രീകൾ, പുരുഷന്മാർ, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാവരും സമർപ്പണത്തോടെ, ഒരൊറ്റ ദൃഢനിശ്ചയത്തോടെ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ
എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അവരുടെ ശ്രമങ്ങളെ ഞാൻ ബഹുമാനപൂർവ്വം അഭിനന്ദിക്കുന്നു. ഫലം ഇതാണ്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ 250 ദശലക്ഷം നാട്ടുകാർ ദാരിദ്ര്യത്തെ മറികടന്ന് അതിൽ നിന്ന് ഉയർന്നു വന്നു. ഈ നാട്ടുകാരുടെ ശ്രമങ്ങളുടെ ഫലമായാണ് ദുർബലമായ 5കളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്ന നമ്മൾ 12 വർഷത്തിനുള്ളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറിയത്. സുഹൃത്തുക്കളെ, നിരവധി സ്വപ്നങ്ങളുമായി നമ്മൾ സ്വതന്ത്രരായി. പക്ഷേ നമ്മൾക്ക് ആക്കം കൂട്ടാൻ കഴിഞ്ഞില്ല, നമ്മൾക്ക് വേഗത കൈവരിക്കാൻ കഴിഞ്ഞില്ല. 2014 ആയപ്പോഴേക്ക് ലോകം മുഴുവൻ നമ്മളെ ഫ്രജൽ 5 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യ പുതിയൊരു ഗതിവേഗം കൈവരിച്ചു. നമ്മൾ വളരെ വേഗത്തിൽ മുന്നേറുകയാണ്. 1.4 ബില്യൺ രാജ്യവാസികളുടെ ദൃഢനിശ്ചയത്തെയും ശക്തിയെയും ഇനി തടയാൻ കഴിയില്ലെന്ന് നാട്ടുകാർ തീരുമാനിച്ചു. നാട്ടുകാരെ, കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 മടങ്ങ് വർദ്ധിച്ചു. ഖാദി ഗ്രാമ വ്യവസായ ഉൽപാദനം ഏകദേശം 5 മടങ്ങ് വർദ്ധിച്ചു. ഇലക്ട്രോണിക് ഉൽപാദനം ഏകദേശം 7 മടങ്ങ് വർദ്ധിച്ചു. ആധുനിക റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണം 21 മടങ്ങ് വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 33 മടങ്ങ് വർദ്ധിച്ചു. മാത്രമല്ല, ആധുനിക യുഗത്തിനൊപ്പം ഡിജിറ്റൽ നവീകരണ ലോകത്ത് നമ്മുടെ പതാക ഉയർത്തി. ഇന്റർനെറ്റ് ഉപയോക്താക്കൾ ഏകദേശം 4 ഇരട്ടിയായി വർദ്ധിച്ചു. പേറ്റന്റ് ഗ്രാന്റുകളുടെ എണ്ണം 4 ഇരട്ടിയായി വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100 ഇരട്ടിയായി വർദ്ധിച്ചു. സാധാരണക്കാരുടെ സൗകര്യങ്ങളോട് ഞങ്ങൾ അതേ ഗൗരവത്തോടെയാണ് പ്രവർത്തിച്ചത്. എല്ലാ വർഷവും ശരാശരി 15 മടങ്ങ് വേഗത്തിൽ ടാപ്പ് വാട്ടർ കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും 6 മടങ്ങ് വേഗത്തിൽ ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും ദരിദ്രർക്കുള്ള ടോയ്ലറ്റുകൾ 4 മടങ്ങ് വേഗത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ദരിദ്രർക്ക് വീടുകൾ 3 മടങ്ങ് വേഗത്തിൽ നൽകി. ഭരണത്തിലും രാജ്യം നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് അനുസരണക്കേടുകൾ നിർത്തലാക്കപ്പെട്ടു. 100 കണക്കിന് പഴയ നിയമങ്ങൾ ഞങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിന് മുൻ നൂറ്റാണ്ടിലെ നിയമങ്ങൾ പിന്തുടരാൻ കഴിയില്ല. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഞങ്ങൾ മെട്രോ വികസിപ്പിച്ചു. ഞങ്ങൾ പൊതുഗതാഗതം ശക്തിപ്പെടുത്തി. ഞങ്ങൾ പ്രവർത്തിച്ച വേഗത, ഞങ്ങൾ പ്രവർത്തിച്ച തോത്, ഈ വേഗത, ഈ വികാസം, ഈ നേട്ടം സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം കഴിഞ്ഞ ദശകം ആദ്യമായി കണ്ടു. ഇത്രയധികം നേട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ, ഇത്രയും വേഗത ദൃശ്യമാകുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ ശക്തി ഓരോ നിമിഷവും വെളിപ്പെടുന്നു. 2047 വികസിത ഇന്ത്യ ആകാനുള്ള ദൃഢനിശ്ചയം ഒരിക്കലും അപൂർണമായിരിക്കില്ല. ഈ കണക്കുകളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ്. സ്വാശ്രയത്വത്തിന്റെ പാത. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതിനായി ആത്മവിശ്വാസം ആവശ്യമാണ്, ആത്മാഭിമാനം ആവശ്യമാണ്. അതോടൊപ്പം ഒരു സ്വാശ്രയ ഇന്ത്യ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കരുതെന്ന് നമ്മൾ സ്വയം പര്യാപ്തരാകണം എന്നതായിരുന്നു നമ്മുടെ ബോധ്യം. ലോകത്ത് നമുക്ക് ധാരാളം ലഭിക്കുന്നു. നമുക്ക് അത് വില കുറഞ്ഞ രീതിയിൽ ലഭിക്കുന്നു. നമുക്കത് വേഗത്തിൽ ലഭിക്കും. പക്ഷേ അത് നമ്മുടെ ശക്തിയെ വളർത്തുന്നില്ല, നമ്മുടെ ശക്തിയെ പരീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് നാം നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും നമ്മുടെ താല്പര്യങ്ങൾ സ്വയം സംരക്ഷിക്കുകയും ചെയ്യേണ്ടത്. ഒരു സ്വാശ്രയ ഇന്ത്യ എന്ന വളരെ ഉറച്ച ദൃഢനിശ്ചയത്തോടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്വദേശി ഫോർ ലോക്കൽ, ഈ മേഖലകളിലെല്ലാം ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സ് യോജിക്കുന്നു. സെമി കണ്ടക്ടറുകളും നിർണായക ധാതുക്കളും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെമി കണ്ടക്ടറുകളുടെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരാം. രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ലോകത്ത് സെമി കണ്ടക്ടറുകളെ കുറിച്ച് ചർച്ചകൾ നടന്നു. ഇവിടെയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ സെമി കണ്ടക്ടറുകൾക്കായി നമുക്ക് വലിയ പദ്ധതികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത്, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ, മെഡിക്കൽ ഉപകരണങ്ങളിൽ, ഗതാഗതത്തിൽ ചിപ്പുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. എല്ലാത്തിലും ചിപ്പുകൾ
അത്യാവശ്യമാണ്. അവയില്ലാതെ ലോകം സ്തംഭിച്ചേക്കാവുന്ന ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന സെമി കണ്ടക്ടർ പദ്ധതി ആരംഭിച്ചത്. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ഇതിനകം ഉൽപാദനം ആരംഭിച്ചു. അവിടെ നിന്നുള്ള കയറ്റുമതി ഇതിനകം ആരംഭിച്ചുവെന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. വരും വർഷങ്ങളിൽ 5 മുതൽ 8 വരെ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടെ ഉടൻ ആരംഭിക്കുമെന്ന് ഞാൻ നാട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്വാശ്രയ ഇന്ത്യയാണ്. ഇത് വികസിത ഇന്ത്യയിലേക്ക് നീങ്ങാനുള്ള പാത നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിർണായക ധാതുക്കളെ കുറിച്ച് സമാനമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുഴുവൻ സാങ്കേതിക ആവാസ വ്യവസ്ഥയും നിർണായക ധാതുക്കളെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യയും ഈ മേഖലയിൽ സ്വയം സുരക്ഷിതമാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ ആരംഭിച്ചു. ഒരു നിർണായക ധാതു ഇടനായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. പല രാജ്യങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ നിർണായക ധാതുക്കളുടെ കാര്യത്തിൽ ഇന്ത്യയെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഊർജ സുരക്ഷയും ആണവോർജവും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെമി കണ്ടക്ടറുകളും നിർണായക ധാതുക്കളും പോലെ ലോകം നീങ്ങുന്ന ദിശയിലേക്ക് നാം നീങ്ങുമ്പോൾ ഊർജത്തിന്റെ പ്രാധാന്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഊർജമില്ലാതെ ഒരു പുതിയ ലോകം പ്രവർത്തിപ്പിക്കുക ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അത് AI ആയാലും ഡാറ്റാ സെന്ററുകളായാലും നമുക്ക് വലിയ അളവിൽ വൈദ്യുതി ആവശ്യമായി വരും. ഊർജ സുരക്ഷ നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ടാണ് ആ ദിശയിൽ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഊർജ സുരക്ഷയുടെ ഒരു പ്രധാന മാധ്യമം ആണവോർജമാണ്. പാർലമെന്റിൽ ആണവോർജ നിയമം പാസാക്കി പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള പാതയിലേക്ക് നമ്മൾ തീരുമാനിച്ചു. 2047 ആകുമ്പോഴേക്ക് 100 ജിഗാവാട്ട് ആണവോർജം എന്ന ലക്ഷ്യവുമായി നമ്മൾ നീങ്ങുകയാണ്. ഈ ദശകത്തിനുള്ളിൽ 5 പുതിയ ആണവ റിയാക്ടറുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ നീങ്ങുകയാണ്. ഈ വർഷം ഫാസ്റ്റ് ബ്രീഡർ ആണവ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടിയതുകൊണ്ട് ഇന്ത്യ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു. അതിന്റെ ഫലമായി ആണവ ഇന്ധനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വിഭവങ്ങൾ തുറന്നു കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ വിഭവങ്ങളുടെ അഭാവം മൂലം രാജ്യം നിലയ്ക്കില്ല. ചിന്തയുടെ പരിമിതികളാണ് നിർത്താനുള്ള കാരണം. ചിന്ത അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ പോലും കഴിയില്ല. ഇന്ന് രാജ്യം അസംസ്കൃത എണ്ണയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് നമ്മുടെ മുൻകാലങ്ങളെ കുറിച്ചുള്ള തെറ്റായ ചിന്ത മൂലമാണ്. നമ്മുടെ തീരദേശ പ്രദേശത്തിന്റെ 99% നോ ഗോ ഏരിയ ആയി പ്രഖ്യാപിച്ചിരുന്നുവെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. കടലിനുള്ളിൽ പര്യവേഷണം ചെയ്യേണ്ടി വരില്ലെന്ന് ഞങ്ങൾ സ്വയം തീരുമാനിച്ചു. ഇത് ചിന്തയുടെ ദാരിദ്ര്യമായിരുന്നു. ഇത് തുടരാൻ കഴിയില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ 99% നോ ഗോ ഏരിയകൾ മുതൽ ഗോ എ ഹെഡ് ഏരിയകൾ വരെ ഞങ്ങൾ തുറന്നു കൊടുത്തു. ഇപ്പോൾ കടലിനുള്ളിൽ പോലും പര്യവേഷണം ചെയ്യാൻ ഞങ്ങൾ ചായ്വുള്ളവരാണ്. പുതിയ കരുതൽ ശേഖരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം അതേ ദിശയിൽ ഒരു പ്രധാന ചുവടുവെപ്പ് നടത്തി ഞങ്ങൾ സമുദ്ര മന്ഥൻ പ്രഖ്യാപിച്ചു. അടുത്തിടെ ഈ ജോലിക്കായി 85,000 കോടി അനുവദിക്കാനും അത് വേഗത്തിലാക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. ബദൽ ഊർജം വികസിപ്പിക്കൽ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മുഴുവൻ ഊർജവും ബദൽ സ്രോതസ്സുകളിലേക്ക് വിനിയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യ ഈ ദിശയിൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. 2014 മുമ്പ്, ഇന്നു മുതൽ 12 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തെ 70 നഗരങ്ങളിൽ മാത്രമേ പൈപ്പ് വഴി ഗ്യാസ് വിതരണം ഉണ്ടായിരുന്നുള്ളൂ. 12 വർഷത്തിനുള്ളിൽ 70 നഗരങ്ങളിൽ നിന്ന് 700 നഗരങ്ങളിലേക്ക് ഞങ്ങൾ ഇത് വികസിപ്പിച്ചു. ഇതാണ് വേഗത, ഇതാണ് വികാസം. 2014 മുമ്പ് കഷ്ടിച്ച് 22 ലക്ഷം വീടുകളിൽ പൈപ്പ് വഴി ഗ്യാസ് വിതരണം ചെയ്തിരുന്നു. ഇന്ന് 3.25 കോടി വീടുകളിൽ പൈപ്പ് വഴി ഗ്യാസ് വിതരണം ചെയ്യുന്ന ജോലി നടക്കുന്നുണ്ട്. 12 വർഷം മുമ്പ്
രാജ്യത്തെ സൗരോർജത്തിന്റെ ശേഷി 2 ജിഗാവാട്ട് മാത്രമായിരുന്നു. ഇന്ന് 160 ജിഗാവാട്ട് എന്ന ലക്ഷ്യം നമ്മൾ നേടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മറ്റൊരു വിവരം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ മധ്യവർഗത്തിനും സാധാരണ കുടുംബങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ഞങ്ങൾ തുല്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി ഞങ്ങൾ ആരംഭിച്ചു. ഇനി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ സൗരോർജമുള്ള 5 ദശലക്ഷം വീടുകൾ എന്ന സംഖ്യ മറികടക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ്. അത് വേഗത്തിൽ പുരോഗമിക്കുന്നു. തൽഫലമായി ആയിരക്കണക്കിന് വീടുകളുടെ വൈദ്യുതി ബില്ലുകൾ പൂജ്യമായി. ആയിരക്കണക്കിന് വീടുകൾ അവരുടെ മിച്ച വൈദ്യുതി വിറ്റ് സമ്പാദിക്കുന്നു. ഈ പ്രവർത്തനത്തിനായി സർക്കാർ ഓരോ കുടുംബത്തിനും 80,000 രൂപ നൽകുന്നു. റെയിൽവേ വൈദ്യുതീകരണവും ഹൈഡ്രജൻ ട്രെയിനും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മുടെ രാജ്യത്ത് റെയിൽവേ സംവിധാനത്തിന്റെ വൈദ്യുതീകരണം ആരംഭിച്ചത് 1925-ലാണ്. എന്നാൽ 1925 മുതലുള്ള 90 വർഷത്തിനുള്ളിൽ റെയിൽവേയുടെ 30% മാത്രമേ വൈദ്യുതീകരിച്ചിട്ടുള്ളൂ. ആ 90 വർഷത്തിനിടയിൽ നമ്മുടെ വേഗത കാണുക, വെറും 30%. ഒരു ദശാബ്ദത്തിനുള്ളിൽ ബാക്കിയുള്ള ജോലികൾ ഞങ്ങൾ പൂർത്തിയാക്കി. 90 വർഷത്തിനുള്ളിൽ 30%, 10 വർഷത്തിനുള്ളിൽ 70%. ഇങ്ങനെയാണ് ജോലി സംഭവിക്കുന്നത്. ഇതുമൂലം പുറത്തു നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന ഡീസൽ ലാഭിച്ചു. നമ്മുടെ ട്രെയിനുകൾ ഇപ്പോൾ വൈദ്യുതിയിൽ ഓടുന്നു. പരിസ്ഥിതിക്ക് പ്രയോജനം ലഭിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ഇവിടെ നിർത്തിയിട്ടില്ല. ലോകത്തിൽ നമ്മൾ പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഈ വാർത്ത കേട്ടിരിക്കണം. ഇന്ത്യയും ഈ പുതിയ ഇന്ധന മേഖലയെ സ്പർശിച്ചു. രാജ്യം അതിന്റെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ ആരംഭിച്ചു. അത്തരത്തിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും ശക്തവുമായ ട്രെയിൻ അതാണെന്ന് ഞാൻ സന്തോഷിക്കുന്നു. ലോകത്തിലെ ഹൈഡ്രജൻ ട്രെയിനുകളുടെ മേഖലയിലും ഇന്ത്യ പതാക ഉയർത്തി. ആഗോള പ്രതിസന്ധികളെ മറികടന്ന് സഹ പൗരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ 10-12 വർഷമായി 2047 എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഞങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഘട്ടം ഘട്ടമായി സ്വയം തെളിയിച്ചു. വഴിയിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ 12 വർഷത്തിനിടയിൽ ഞങ്ങൾ നിരവധി പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. കോവിഡ് പോലുള്ള ആഗോള മഹാമാരി ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയിരിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും തകർന്നിരുന്നു. കോവിഡിൽ നിന്ന് നമ്മൾ പുറത്തു വന്നപ്പോൾ യുദ്ധസമാനമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ എത്തി തുടങ്ങി. ഉക്രൈൻ മുതൽ പശ്ചിമേഷ്യ വരെ എല്ലായിടത്തും പിരിമുറക്കത്തിന്റെ അന്തരീക്ഷമായിരുന്നു. രാജ്യത്തെ ഭയപ്പെടുത്താനും ആശങ്കാകുലരാക്കാനും എത്ര ജ്യോത്സ്യന്മാർ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് ആർക്കറിയാം. ചിലർ ഭയം പ്രചരിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. വാക്സിൻ ലഭ്യമാകില്ല, ആളുകൾ കോവിഡിനെ അതിജീവിക്കില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധി വന്നപ്പോൾ അവർ പറഞ്ഞു, പമ്പിൽ പെട്രോൾ ഉണ്ടാകില്ല, ഗ്യാസ് ഉണ്ടാകില്ല, ഡീസൽ ഉണ്ടാകില്ല, വളം ഉണ്ടാകില്ല. എല്ലായിടത്തും ഭയം പടർത്തി ചില ആളുകൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയും ആശങ്കയിൽ മുക്കുകയും ചെയ്യുന്നത് ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷമായി നന്നായി ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതികൾ ഫലം കണ്ടതായി രാജ്യം കണ്ടു. ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും സ്വാശ്രയത്വം നമ്മുടെ അഭയസ്ഥാനമായി സ്വീകരിച്ച് ഇന്ത്യ നടത്തിയ തയ്യാറെടുപ്പുകൾ ഞങ്ങളെ പടിപടിയായി മുന്നോട്ട് നയിച്ചു. ഈ പ്രതിസന്ധി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും പ്രയോജനപ്പെട്ടു. ഇന്ന് രാജ്യത്ത് ഗ്യാസ്, പെട്രോള്, യൂറിയ എന്നിവയുണ്ട്. ഞങ്ങൾ സ്വന്തം ശക്തിയിൽ നിലകൊള്ളുന്നു, മുന്നോട്ട് പോകുന്നു. ആഗോള വിലക്കയറ്റത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കൽ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകത്തിലെ ഈ പ്രതിസന്ധികൾ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്.
നമ്മളും ഇതിൽ നിന്ന് മുക്തരല്ല. ലോക വിപണിയിൽ യൂറിയയുടെ വില ബാഗിന് 3000 രൂപയിൽ എത്തിയിരിക്കുന്നു. ഇന്നും ആ ഭാരം വഹിക്കാൻ ഞങ്ങൾ എൻ്റെ രാജ്യത്തെ കർഷകരെ നിർബന്ധിക്കുന്നില്ല. സർക്കാർ ആ ഭാരം ചുമലിൽ വഹിക്കുന്നു. ലോകത്ത് 3000 വിലയുള്ള യൂറിയ ബാഗ് ഞങ്ങളുടെ കർഷകർക്ക് 300 മാത്രമാണ് നൽകുന്നത്. മാത്രമല്ല, ഇന്ന് ലോക വിപണിയിൽ ഡാപ്പ് 5000-ൽ എത്തിയിരിക്കുന്നു. പക്ഷേ എന്റെ രാജ്യത്തെ കർഷകർക്ക് ഒരു പ്രശ്നവും നേരിടാതിരിക്കാൻ 1350-ന് നൽകാൻ ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ആഗോള സ്ഥിതി, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ സ്വാശ്രയത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആഗോളവൽക്കരണം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് എയർ കണ്ടീഷൻ ചെയ്ത ചേംബറുകളിൽ ഇരിക്കുന്ന ചിലർ നമ്മോട് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ ലോകം തന്നെ ആഗോളവൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയതായി തോന്നുന്നു. ലോകത്തിലെ ഓരോ രാജ്യവും സ്വന്തം മുൻഗണനകളിലേക്ക് തിരിഞ്ഞു. നിർഭാഗ്യവശാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചിലർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനായി പെട്രോൾ, ഡീസൽ, വളങ്ങൾ, മരുന്നുകൾ, സാങ്കേതിക വിദ്യ, ചിപ്സ്, ഭൂമി പോലും ആയുധമാക്കുന്ന കളിച്ചിട്ടുണ്ട്. ഈ 10 വർഷക്കാലം നമ്മൾ സ്വാശ്രയത്വത്തിന്റെ മന്ത്രം സ്വീകരിച്ച് ശരിയായ ദിശയിൽ നടന്നില്ലായിരുന്നെങ്കിൽ അത്തരം വെല്ലുവിളികളെ നേരിടുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് സങ്കല്പിക്കുക. നമ്മുടെ തയ്യാറെടുപ്പുകൾ നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മറുവശത്ത് ഇന്ന് ഇന്ത്യയുടെ ആഗോള പ്രൊഫൈൽ ഉയരുകയാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇന്ത്യ അംഗീകരിക്കപ്പെട്ടതും ബഹുമാനിക്കപ്പെടുന്നതുമായ ഒരു രാജ്യമായി മാറുകയാണ്. ഇന്ത്യക്ക് സ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ അധികാരമുണ്ട്, സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട്, ഊർജ്ജസ്വലമായ ഒരു ജനാധിപത്യമുണ്ട്, ശക്തമായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. നമ്മെ നയിക്കാൻ നമുക്കെല്ലാവർക്കും ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. ലോകം നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് 2014 ശേഷം ഏകദേശം 40 രാജ്യങ്ങളുമായി നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. MSMEകൾക്കും കയറ്റുമതിക്കും അവസരങ്ങൾ നോക്കൂ, എത്ര വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. ഈ വ്യാപാര കരാറുകൾ വളരെ വലിയ അവസരമാണ്. അതുകൊണ്ടാണ് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് എൻ്റെ MSMEകളോട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ലോകത്തിലേക്ക് എത്തണം. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ മുതൽ എല്ലാം ലോക വിപണിയിൽ എത്തണം. അത് നമ്മുടെ തുണിത്തരങ്ങൾ, നമ്മുടെ യന്ത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകൾ എന്നിവ ആകട്ടെ. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പക്ഷേ നമ്മൾ ആഗോള മാനദണ്ഡങ്ങൾ മറികടക്കണം. മത്സരാധിഷ്ഠിത വിലയിലും ഗുണനിലവാരത്തിലും ലോകത്തിന് ആവശ്യമുള്ളത് നമ്മൾ നൽകണം. പഞ്ചാബിലെ ലുധിയാന മുതൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ വരെ നമ്മുടെ തുണി മേഖലയ്ക്ക് ലോകത്തെമ്പാടും എത്താൻ കഴിയും. മാത്രമല്ല, കേരളം മുതൽ ഗുജറാത്ത് വരെയും തമിഴ്നാട് മുതൽ ബംഗാൾ വരെയും നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരി സഹോദരന്മാർക്ക് നമ്മുടെ ചെമ്മീനും സമുദ്ര വിഭവങ്ങളും ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വലിയ സാധ്യതയുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 2047 വികസിത ഇന്ത്യയുടെ ലക്ഷ്യം ഈ ശക്തമായ അടിത്തറയിലാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ 10-12 വർഷമായി നാട്ടുകാർ കാണിച്ച ശക്തി 1/4 നൂറ്റാണ്ട് കടന്നുപോയി. അടുത്ത പാദം നമുക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് നിർത്താൻ കഴിയില്ല, നമ്മുടെ വേഗത നിർത്താൻ കഴിയില്ല. നമ്മുടെ ദിശ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അത് നേടുകയും നിലനിർത്തുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തൊഴിൽ സംസ്കാരം മാറ്റേണ്ടത്. അത് മാറ്റുന്നതിനൊപ്പം നമ്മുടെ ചിന്താഗതിയും മാറ്റേണ്ടതുണ്ട്. 5 മുതൽ 7 പതിറ്റാണ്ടുകൾ വരെ കൈവരിക്കാൻ കഴിയാത്ത ജോലിയുടെ വേഗത ഒരു 5 വർഷം
വർഷങ്ങളിൽ നാം നേടേണ്ടതുണ്ട്. എൻ്റെ രാജ്യത്തെ യുവാക്കളിലും അമ്മമാരിലും സഹോദരിമാരിലും കർഷകരിലും തൊഴിലാളികളിലും എനിക്ക് വിശ്വാസമുണ്ട്. ഈ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പരിഷ്കരണത്തിന്റെ വേഗത നാം ത്വരിതപ്പെടുത്തേണ്ടത്. പരിഷ്കരണം നമുക്കൊരു നിർബന്ധമല്ല, പരിഷ്കരണം ഒരു ബോധ്യമാണ്. ബോധ്യത്തിൽ നിന്ന് പരിഷ്കരണ എക്സ്പ്രസിൽ നാം പ്രവേശിച്ചു. വരും ദിവസങ്ങളിലും പരിഷ്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നാം നീങ്ങാൻ പോകുന്നു. ഗവൺമെന്റ്, സമൂഹം, വ്യവസായം, ഉൽപാദകർ, കർഷകർ എല്ലാവരും അവരുടെ പരമ്പരാഗത സംവിധാനങ്ങൾ പരിഷ്കരിക്കണം. നമ്മുടെ ചിന്തകൾ പരിഷ്കരിക്കണം, നമ്മുടെ ലക്ഷ്യങ്ങൾ പരിഷ്കരിക്കണം. ഒരു നിശ്ചിത ദിശയിലേക്ക് മുന്നോട്ട് പോകണം. ദേശീയ ശക്തിയുടെ 7 അരുവികൾ. ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് 7 ദിനങ്ങളായി നാം അറിയുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്ത കാലഘട്ടത്തെ ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമുക്കൊരു പുതിയ അരുവി ആവശ്യമാണ്. ഇന്ന് ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ മുമ്പിൽ ശക്തിയുടെ 7 അരുവികളെയും ഞാൻ വിളിക്കുന്നു. വരുന്ന 5 വർഷങ്ങളിൽ ഈ 7 അരുവികളുടെയും ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞ 5 ദശകങ്ങളിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് രാജ്യത്തിന് പുതിയ ഉയരങ്ങളും പുതിയ ഗതിവേഗവും നൽകും. പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ശക്തി നാം കെട്ടിപ്പടുക്കും. ഇതോടൊപ്പം രാജ്യത്തെ യുവാക്കളുടെ ശക്തി രാഷ്ട്ര നിർമ്മാണത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടും. ഒന്ന്, ഉൽപാദന ശക്തി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉൽപാദന മേഖലയെ നാം ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചെറിയ ഭാഗങ്ങളും വലിയ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കേണ്ടതുണ്ട്. നമുക്കൊരു സമ്പൂർണ്ണ മൂല്യം ശൃംഖല ഉണ്ടായിരിക്കണം. നമുക്ക് ഘടകങ്ങൾ ആവശ്യമാണ്. കൂടാതെ പൂർത്തിയായ ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിർമ്മാണവും നമുക്ക് ആവശ്യമാണ്. രൂപകൽപ്പന മുതൽ ഉൽപാദനം വരെ ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയുടെ വിശ്വസനീയമായ കേന്ദ്രമായി മാറേണ്ടതുണ്ട്. ഉൽപാദന മേഖലയിലെ എൻ്റെ സഹോദരന്മാരോട് 3 കാര്യങ്ങൾ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കാലത്തിന്റെ അവസരമാണ്. നമ്മൾ അത് ഉപേക്ഷിക്കരുത്. ചെലവ്, ഗുണനിലവാരം, സ്കെയിൽ എന്നിവയുടെ കാര്യത്തിൽ നാം ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കണം. നമ്മുടെ ഫാക്ടറികൾ മത്സരാധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോക്തൃ സൗഹൃദമായിരിക്കണം. നമ്മുടെ പാക്കേജിംഗ് ലോക ജനതയെ ആകർഷിക്കുന്നതായിരിക്കണം. കൂടാതെ തകരാറുകളില്ലാത്തതും കൃത്യതയുള്ളതുമായ നിർമ്മാണം നമ്മുടെ ഐഡന്റിറ്റിയായി മാറണം. ആഗോള വിപണിയിലെ നമ്മുടെ ഐഡന്റിറ്റി വിശ്വാസ്യതയിലും ഗുണനിലവാരത്തിലും അധിഷ്ഠിതമായിരിക്കണം. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ല. നമ്മുടെ മന്ത്രം ഗുണനിലവാരം, ഗുണമേന്മ എന്നതായിരിക്കണം. ഇത് നമ്മുടെ ആഗോള ബ്രാൻഡ് മൂല്യമായി മാറും. 2, കൃഷിയും ഭക്ഷ്യോൽപാദനവും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സപ്തധാരയുടെ 2ാമത്തെ ധാര കൃഷിയും ഭക്ഷ്യ സംസ്കരണവുമാണ്. ഈ ദിശയിലേക്ക് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കാരണം ലോക വിപണികൾ ഇപ്പോൾ നമ്മുടെ കർഷകർക്കായി തുറന്നിരിക്കുന്നു. നമുക്ക് വളരെ വലിയ ഒരു വിപണി ലഭിക്കുന്നു. നമ്മൾ അവിടെ എത്തണം. കൃഷിയിടത്തിൽ നിന്ന് കയറ്റുമതി വിപണിയിലേക്ക് പോകണം. അത് നമ്മുടെ പരമ്പരാഗത ഭക്ഷണമായാലും നമ്മുടെ തിനയായാലും നമ്മുടെ സുഗന്ധ വിജ്ഞാനമായാലും നമ്മുടെ പഴങ്ങളും പൂക്കളായാലും നമ്മുടെ കൈവശമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവ ആഗോള ബ്രാൻഡുകളായി മാറണം. നമ്മുടെ കർഷകർ രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷിക്ക് ശക്തി പകരും. ലോകത്ത് അതിനുള്ള ആവശ്യം ഇനിയും വർദ്ധിക്കും. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാ വിധത്തിലും ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. 3, സാങ്കേതിക വിദ്യയും നവീകരണവും. സപ്തധാരയുടെ 3ാമത്തെ ധാര സാങ്കേതിക വിദ്യയും നവീകരണവുമാണ്. ഇന്നത്തെ യുഗം AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സ്പേസ്, റോബോട്ടിക്സ്, ഡാറ്റാ സെന്ററുകൾ എന്നിവയുടേതാണ്. തികച്ചും പുതിയൊരു മേഖല തുറന്നിരിക്കുന്നു. ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യ ഓരോ നിമിഷവും നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ രാജ്യം ലോകത്തിന്റെ ഒരു വിപണിയായി മാറാൻ
നാം അനുവദിക്കരുത്. നാം നവീകരണത്തിന്റെ കേന്ദ്രമായി മാറണം. UPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു, ഞങ്ങളുടെ ശക്തി പരീക്ഷിച്ചു. ഇനി ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കണം. അടുത്ത തലമുറ ആശയവിനിമയ സാങ്കേതിക വിദ്യയിൽ നമ്മൾ നേതൃത്വം നൽകണം. ഇന്ത്യയിൽ നിർമ്മിച്ചത് 6G എല്ലാ കോണുകളിലും എത്തണം. ഇതായിരിക്കണം ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്കുള്ള നമ്മുടെ ശ്രമങ്ങൾ വേഗത്തിലാക്കണം. 4 ഗതിശക്തി. സപ്തധാരയുടെ 4ാമത്തെ പ്രവാഹ ഗതി ശക്തിയാണ്. ഈ ആക്കം രാജ്യത്തിനകത്ത് തടസ്സമില്ലാത്തതും വേഗതയേറിയതുമായ കണക്ടിവിറ്റിക്ക് ഊന്നൽ നൽകേണ്ടതുണ്ട്. നഗരങ്ങളെ അതിവേഗ റെയിൽവേ വഴി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ആധുനിക ഹൈവേകൾ ആവശ്യമാണ്. ഉൾനാടൻ ജലപാതകൾ ആവശ്യമാണ്. വിമാനത്താവളങ്ങൾ ആവശ്യമാണ്. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ആവശ്യമാണ്. നമ്മുടെ തുറമുഖങ്ങൾ സാധനങ്ങൾ ഇറക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ലോക കപ്പലുകൾ ഇവിടെ നങ്കൂരമിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. തുറമുഖങ്ങൾ നയിക്കുന്ന വികസനത്തിലേക്കും വളർച്ചയിലേക്കും നമ്മുടെ തുറമുഖങ്ങൾ മാറ്റേണ്ടതുണ്ട്. 5 പ്രതിരോധ ശക്തി. നമ്മുടെ 5ാമത്തെ ധാര പ്രതിരോധ ശക്തിയാണ്. എല്ലാ വിധത്തിലും പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ത്യ അത് അനുഭവിച്ചിട്ടുണ്ട്. ലോകം അത് അനുഭവിച്ചിട്ടുണ്ട്. മറ്റു മാർഗമില്ല. ലോകം സ്വയം മാത്രം ചിന്തിക്കുമ്പോൾ ഇന്ത്യക്ക് ലോകത്തിന്റെ വിപണിയായി തുടരാൻ കഴിയില്ല. അടുത്ത തലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് നാം പ്രതിരോധത്തിന്റെ സ്വയം പര്യാപ്തരാകുകയും ആഗോള വിതരണക്കാരാകുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുകയും വേണം. ഡ്രോണ്, കൗണ്ടർ ഡ്രോണ് സംവിധാനങ്ങളും വികസിപ്പിക്കേണ്ടതുണ്ട്. ഹൈപ്പർസോണിക് പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ നാം നേതൃത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. സൈബർ സുരക്ഷ ഇന്ന് ഓരോ വീടിനും ഒരു വെല്ലുവിളിയായി മാറുകയാണ്. അതും നമ്മുടെ യുവാക്കളുടെ സാധ്യതകൾ രാജ്യത്തിനും ലോകത്തിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ മേഖലയാണ്. 6 പച്ചയും നീലയും സമ്പദ് വ്യവസ്ഥ. സപ്തധാരയിലെ നമ്മുടെ 6ാമത്തെ ധാര പച്ച സമ്പദ് വ്യവസ്ഥയും നീല സമ്പദ് വ്യവസ്ഥയുമാണ്. അത് പച്ച തൊഴിലുകൾക്ക് ജന്മം നൽകുന്നു. ആഗോളതലത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കാവുന്ന ഊർജ സംഭരണം, ഗ്രീൻ മൊബിലിറ്റി, ഗ്രീൻ ഉൽപാദനം എന്നിവ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ലോകം ആഗോള താപനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ത്യ വലിയ സാധ്യതകളുള്ള ഒരു ഹരിത പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നീല സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യക്ക് മികച്ച അവസരമുണ്ട്. നമുക്ക് വളരെ നീണ്ട ഒരു തീരപ്രദേശമുണ്ട്. മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, സമുദ്ര സാങ്കേതിക വിദ്യ എന്നിവയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന മേഖലകളിൽ മികച്ച അവസരങ്ങളുണ്ട്. 7 സോഫ്റ്റ് പവർ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ 7ാമത്തെ പ്രവാഹം ഇന്ത്യയുടെ മൃദുശക്തിയാണ്. യോഗ ലോകത്തെ മുഴുവൻ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് ലോകത്തിനൊരു ഊർജമായും ഇന്ത്യയിലുള്ള വിശ്വാസത്തിന് ഒരു പ്രധാന കാരണമായും മാറുകയാണ്. ഇന്ത്യക്ക് വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യക്ക് ആയുർവേദമുണ്ട്. നമ്മുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണ സംവിധാനമായ ഹീൽ ഇൻ ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നമ്മുടെ ശക്തി ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയും. കരകൗശല വസ്തുക്കൾ, സംസ്കാരം, നമ്മുടെ സിനിമകൾ, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപരമായ ലോകം, VFX, ആനിമേഷൻ, ഗെയിമിങ്, ഡിജിറ്റൽ ഉള്ളടക്കം ആകട്ടെ, സൃഷ്ടിപരമായ ലോകത്ത് ഇന്ത്യക്ക് അതിന്റെ സ്ഥാനം കാണിക്കാൻ കഴിയും. ആഗോള ശക്തിയായി നമ്മൾ അതിനെ വികസിപ്പിക്കണം. വേവ് സമ്മിറ്റ്, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് എന്നിവയ്ക്ക് ഇന്ത്യ വലിയ ശക്തി നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ മൃദുശക്തിയെ സൃഷ്ടിപരമായ ലോകത്തിന് പരിചയപ്പെടുത്തും. ഇന്ത്യയിൽ വന്യജീവി വിഭവങ്ങൾ വളരെ വലുതാണ്. നമുക്ക് 100-ലധികം ദേശീയോദ്യാനങ്ങളുണ്ട്. ധാരാളം സാധ്യതകളുണ്ട്. പക്ഷേ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. നമ്മുടെ സോഫ്റ്റ് പവർ വഴി ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നമുക്ക് അവസരമുണ്ട്. വരും കാലങ്ങളിൽ നമ്മൾ ഈ ജോലി ചെയ്യും. ലോകത്തിലെ കായിക പരിപാടികളും ഒരു വലിയ ആകർഷണമാണ്. എന്തുകൊണ്ട് അവ ഇന്ത്യയിൽ ആതിഥേയത്വം വഹിച്ചുകൂടാ? പരിപാടികളുടെ സമ്പദ് വ്യവസ്ഥ വളരുകയാണ്. അത് രാജ്യത്തെ യുവാക്കളെ ആകർഷിക്കുന്ന ഒന്നാണ്. ലോകത്തെ എല്ലാവരും എപ്പോഴെങ്കിലും അവരുടെ പരിപാടികൾ ഇന്ത്യയുടെ മണ്ണിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊരു മികച്ച അവസരമാണ്. അത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്.
ആഗോള നേതൃത്വത്തിനായുള്ള ഒരു സമഗ്ര ദർശനം. സുഹൃത്തുക്കളെ, സപ്തധാരയുടെ ഈ 7 ശക്തികളുടെയും ലക്ഷ്യം ഒരു മേഖലയിലെ പുരോഗതി മാത്രമല്ല, സമഗ്രമായ ഒരു സമീപനത്തിലൂടെ നാം പിന്തുടരുന്ന ലക്ഷ്യങ്ങളെയും അഭിലാഷങ്ങളെയും വ്യാപ്തി മറികടക്കുന്നതിനായി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രാജ്യത്തിന്റെ ശക്തിയെ ലോകവുമായി ബന്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജ്യം എന്നത് ഒരു ഗവൺമെന്റ് മാത്രമല്ല, ഒരു രാജ്യം എന്നാൽ എല്ലാ പൗരന്മാരും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഫോർച്യൂൺ 500 കമ്പനികളെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കുന്നു. അവയിൽ 50 ഇന്ത്യൻ കമ്പനികളായി കൂടാ. എന്തുകൊണ്ട് ഇത് നമ്മുടെ ലക്ഷ്യമായി കൂടാ? ഇന്ന് ബാങ്കിംഗ് മേഖല അഭിവൃദ്ധി പ്രാപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഇന്ത്യയുടെ ബാങ്കുകളും എന്തുകൊണ്ട് ഉൾപ്പെട്ടുകൂടാ? ആഗോളതലത്തിൽ ഏറ്റവും മികച്ച 5 ബാങ്കുകളിൽ ഒന്ന് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം. ഫാർമ മേഖലയിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച 5 ഫാർമ കമ്പനികളിൽ 1-2 ഇന്ത്യൻ ഫാർമ കമ്പനികൾ പ്രതിധ്വനിക്കണം എന്നതാണ് കാലത്തിന്റെ ആവശ്യം. നിയമ സ്ഥാപനങ്ങളുണ്ട്, റേറ്റിംഗ് ഏജൻസികളുണ്ട്. ആഗോള നേതൃത്വം നേടുക എന്നത് കാലത്തിന്റെ ആവശ്യമല്ലേ? നമുക്ക് കഴിവുണ്ട്, നമുക്കൊരു നീണ്ട ചരിത്രമുണ്ട്, ഭാഷകളിൽ ആധിപത്യമുണ്ട്. നമ്മൾ ലോകത്തെത്തണം. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ നമ്മുടെ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളോ അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളോ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഇന്ത്യയിലെ സാങ്കേതിക കമ്പനികൾ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോകത്തെ ആകർഷിക്കുന്ന ബ്രാൻഡുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയും ലോകത്തിന്റെ ലക്ഷ്യസ്ഥാനവുമായി മാറുന്ന ബ്രാൻഡുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ദിശയിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇതിനായി സംസ്ഥാന സർക്കാരുകളോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വവും ഇതാണ്. നമ്മുടെ പരിഷ്കാരങ്ങളുടെ വേഗത ത്വരിതപ്പെടുത്തുക. 2047 ലക്ഷ്യത്തിന് അനുസൃതമായി നമ്മുടെ സംവിധാനങ്ങൾ വികസിപ്പിക്കണം. മുൻകാല നയങ്ങളും ചട്ടങ്ങളും നമ്മെ നയിക്കാൻ കഴിയില്ല. ഭാവിയിലെ സ്വപ്നങ്ങളെ കുറിച്ച് നാം നയങ്ങൾ രൂപപ്പെടുത്തണം. ഈ പാതയിൽ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം നമുക്ക് കൈവരിക്കാനാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും വ്യവസായവും ഒരുമിച്ച് മുന്നോട്ട് പോകണം. പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് തുടരണം. നിർബന്ധം കൊണ്ടല്ല, മറിച്ച് ബോധ്യം കൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം നേടുന്നതിന്. ഇന്ത്യയിലെ യുവാക്കളെ ശാക്തീകരിക്കൽ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രാജ്യത്തെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഈ ശ്രമങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണ്? എൻ്റെ രാജ്യത്തെ യുവാക്കൾ. വികസിത ഇന്ത്യയുടെ യാത്രയിൽ യുവാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അവർ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളുമാണ്. അതുകൊണ്ടാണ് യുവാക്കളെ നമ്മുടെ മുൻഗണനയായി കണ്ട് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10-12 വർഷത്തിനിടെ ഈ ദിശയിൽ ധാരാളം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ രൂപീകരിച്ചു. ഇന്ത്യ ഗവൺമെന്റ് 1 ലക്ഷം കോടി രൂപയുടെ ഇന്നോവേഷൻ ഫണ്ട് പ്രഖ്യാപിച്ചു. രാജ്യത്തെ യുവാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി വരൂ. വിഭവങ്ങളുടെ കുറവ് ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഗവേഷണത്തിനുള്ള പുതിയ അവസരങ്ങൾ ഉയർന്നു വന്നു. വില കുറഞ്ഞ ഡിജിറ്റൽ ഡാറ്റ ഡിജിറ്റൽ ഇന്ത്യയിലെ യുവാക്കളെ ശാക്തീകരിച്ചു. ലോകത്ത് എവിടെയെങ്കിലും വില കുറഞ്ഞ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ മണ്ണിലാണ്. ഞങ്ങൾ സ്കിൽ ഇന്ത്യയെ ഒരു ദേശീയ പരിപാടിയായി സൃഷ്ടിച്ചു. ഖേലോ ഇന്ത്യ നയം സൃഷ്ടിച്ചു. 35 വർഷമായി വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പുതിയൊരെണ്ണം കൊണ്ടുവന്നു. മധ്യവർഗ കുടുംബങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചു. സുഹൃത്തുക്കളെ, 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്ത് 350-ൽ താഴെ സർവകലാശാലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 10-12 വർഷത്തിനുള്ളിൽ ഏകദേശം 650 പുതിയ സർവകലാശാലകൾ കൂടി ചേർക്കപ്പെട്ടു. ഞങ്ങൾ ഏകദേശം 1000 എന്ന കണക്കിൽ എത്തിയിരിക്കുന്നു. 2014 മുമ്പ് 400 മെഡിക്കൽ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം 850 മെഡിക്കൽ സീറ്റുകളുണ്ട്. ഇപ്പോൾ വിദേശ സർവകലാശാലകളും ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നു. നമ്മുടെ യുവാക്കൾ ഇന്ത്യയിൽ തന്നെ വിദേശ സർവകലാശാല ബിരുദം നേടാൻ കഴിയും. ചെറുപ്പം മുതൽ തന്നെ യുവ മനസ്സുകളെ സാങ്കേതിക വിദ്യയിലേക്ക് ആകർഷിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ നവീകരണത്തിനും സാങ്കേതിക വിദ്യക്ക് പ്രചോദനം നൽകുന്നതിനായി 10,000-ലധികം അഡൽട്ട് ടാങ്കറിംഗ് ലാബുകൾ ഞങ്ങൾ
കൊച്ചുകുട്ടികൾക്ക് കൈമാറിയത്. നമ്മുടെ യുവാക്കൾ സ്റ്റാർട്ടപ്പുകളിൽ നിരവധി വഴികൾ തുറന്നിട്ടുണ്ട്. ശരാശരി 28 വയസ്സ് പ്രായമുള്ള യുവാക്കൾ നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ ആദ്യ പരീക്ഷണത്തിൽ തന്നെ അവരുടെ ആദ്യത്തെ ഉപഗ്രഹവും റോക്കറ്റും വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ന് 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുണ്ട്. ഞങ്ങൾ അടുത്തിടെ AI ഇമ്പാക്ട് ഉച്ചകോടി നടത്തി AI വികാസം വളരെ വേഗത്തിൽ വളരുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കായി ഞാൻ ഒരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുന്നു. വരും വർഷത്തിൽ 10 ദശലക്ഷം യുവാക്കളെ AI കഴിവുകളിൽ പരിശീലിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് AI ലോകത്തും നയിക്കാനുള്ള കഴിവ് ലഭിക്കും. ജൈവ സമ്പദ് വ്യവസ്ഥയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഉയർച്ച. എന്റെ സുഹൃത്തുക്കളെ, ജൈവ സമ്പദ് വ്യവസ്ഥ ഒരു പുതിയ മേഖലയാണ്. 2014 മുമ്പ് അതിന്റെ മൂല്യം 60,000 കോടി മാത്രമായിരുന്നു. എന്റെ രാജ്യത്തെ യുവാക്കൾ ചെയ്ത അത്ഭുതങ്ങൾ നോക്കൂ. നയങ്ങൾ ശരിയും ലക്ഷ്യങ്ങൾ വ്യക്തവുമാകുമ്പോൾ അവർ അവരുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. 2014 മുമ്പ് 60,000 കോടിയായിരുന്ന ജൈവ സമ്പദ് വ്യവസ്ഥ ഇന്ന് 20 ലക്ഷം കോടിയിലെത്തി. 2009-10 നമ്മുടെ രാജ്യത്ത് 1.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൂ. 2025-26 2.5 ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഏവിയേഷൻ ഡ്രോണുകൾ പുതിയ അവസരങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ യുവാക്കൾക്ക് വ്യോമയാന മേഖലയും വളരെ വേഗത്തിൽ മുന്നേറുകയാണ്. അറ്റകുറ്റപ്പണികളിലും ഓവർഹോൾ ജോലികളിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് രാജ്യത്ത് ജോലിയോടൊപ്പം ധാരാളം വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തി നൽകുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾ വിജയം കൈവരിച്ചു. ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഗതാഗത വിമാനമായ C-295 ഇതിനകം തന്നെ ആദ്യത്തെ വിജയകരമായ പറക്കൽ നടത്തി. ഡ്രോണുകൾ ഈ രാജ്യത്തെ യുവാക്കൾക്ക് മികച്ച സേവനം നൽകിയിട്ടുണ്ട്. ഡ്രോണുകൾ വഴി ഗ്രാമങ്ങളിൽ സ്വാമിത്വ യോജന വിജയകരമായി നടപ്പിലാക്കുന്നു. ഏകദേശം 3.25 കോടി കുടുംബങ്ങൾക്ക് സ്വാമിത്വ യോജനയിൽ നിന്ന് പ്രയോജനം ലഭിച്ചു. അതിന്റെ ഫലമായി 140 ലക്ഷം കോടി മൂല്യമുള്ള ആസ്തികൾ തുറന്നു. ആളുകൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ നേടാനും സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കാനും ഇത് പ്രാപ്തമാക്കി. മധ്യവർഗത്തിന് സൗജന്യ പരിശീലനം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മധ്യവർഗ കുടുംബങ്ങൾ വളരെ വലിയ ഭാരം വഹിക്കുന്നു. കോച്ചിങ് ക്ലാസ്സുകളുടെ മത്സരം തങ്ങളുടെ കുട്ടിയെ ഒരു കോച്ചിങ് ക്ലാസ്സിലേക്ക് അയച്ചില്ലെങ്കിൽ അവർ തങ്ങളുടെ കുടുംബത്തെ പരാജയപ്പെടുത്തുകയാണെന്ന് ഓരോ മാതാപിതാക്കളും കരുതുന്നു. ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങൾ ഇതിനായി ചിലവഴിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കൂടാതെ ഈ ഭാരത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങളുമായി അടുത്തിടപഴകാനും അവരെ പരിപാലിക്കാനും കഴിയും. കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് യുവാക്കൾക്ക് വിവിധ പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിങ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച പ്രതിഭകളും അധ്യാപകരും ഉണ്ട്. ഈ വിഭവങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ കോച്ചിങ് നൽകുന്നതിനായി ഒരു സമ്പൂർണ്ണ ശൃംഖല ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ കായിക അഭിലാഷങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കളിക്കാൻ ആഗ്രഹിക്കുന്നവർ കളിക്കട്ടെ. ഇന്ന് ഇന്ത്യ കായിക ലോകത്ത് അതിന്റെ സ്ഥാനം നേടുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം സ്പോർട്സ് പോഡിയങ്ങളിൽ മുഴങ്ങുന്നു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആടിക്കളിക്കുന്നത് കാണാം. ടോപ്സ് പദ്ധതി മികച്ച വിജയം നേടിയിട്ടുണ്ട്. ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ്, വിന്റർ ഗെയിംസ്, ബീച്ച് ഗെയിംസ്, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, കോച്ചിങ് സ്പോർട്സ്, മെഡിസിൻ, സ്പോർട്സ്, പോഷകാഹാരം, സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ ഇപ്പോൾ മുന്നേറുകയാണ്. കായിക ലോകത്ത് ഇന്ത്യയുടെ പ്രകടനം മെച്ചപ്പെടുന്നു. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശക്തമായ മത്സരാർത്ഥിയായി നാം മുന്നേറുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഒളിമ്പിക്സ് സ്പോർട്സ് ലോകത്ത് ഏകദേശം 40 തരം ഗെയിമുകളും ഏകദേശം 250 മുതൽ 350 വരെ മത്സരങ്ങളുമുണ്ട്. എന്റെ നാട്ടുകാരെ, അറിയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഈ 250-300 മത്സരങ്ങളിൽ 2 ഭാഗത്തിലും ഇന്ത്യക്ക് സാന്നിധ്യമില്ല, നമ്മൾക്ക് യോഗ്യതയില്ല. ഇന്ത്യയിൽ ആതിഥേയത്വം വഹിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2036
ഒളിമ്പിക്സിൽ ഇന്ത്യ ഇന്ന് കളിക്കുകയോ യോഗ്യത നേടുകയോ ചെയ്യാത്ത വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. വിഹിതത്തിന്റെ 3/4 ഭാഗവും നമ്മളെ കാത്തിരിക്കുന്നു. ഇന്ത്യ ഇതിന് പ്രാധാന്യം നൽകും. ഇതിനായി നമ്മൾ ഒരു പ്രതിഭാ വേട്ട ക്യാമ്പയിൻ നടത്തും. 2036 നമുക്ക് കളിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ ഇന്നത്തെ യുവാക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. 5, 10, 15 വയസ്സ് പ്രായമുള്ള ആൺമക്കളിലും പെൺമക്കളിലും 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും ഒരു പ്രതിഭാവേട്ട ക്യാമ്പയിൻ നടത്തും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് നല്ല കളിക്കാരായി മാറുന്നതിന് അവർക്ക് പ്രത്യേക പരിശീലനം നൽകും. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ആസക്തി രാജ്യത്തിനും യുവാക്കൾക്കും ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. മയക്കുമരുന്ന് രഹിത ഇന്ത്യ നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമായിരിക്കണം. നമ്മുടെ ശോഭനമായ ഭാവിക്ക് നമ്മുടെ യുവതലമുറ ശക്തരാകണം. നമ്മുടെ യുവാക്കൾ ശക്തി നമ്മുടെ രാജ്യത്തിന് ഉപയോഗപ്രദമാകണം. അടുത്തിടെ എൻ്റെ ഭാരതത്തിലെ സന്നദ്ധ പ്രവർത്തകർ, NGO-കൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, രാജ്യത്തെ ആത്മീയ നേതാക്കൾ എന്നിവർ സംയുക്തമായി മയക്കുമരുന്ന് രഹിത ഇന്ത്യക്കായി 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചു. ഈ ക്യാമ്പയിനിൽ ഭാഗമാകാൻ എല്ലാ കുടുംബങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ചേരുക. മയക്കുമരുന്ന് രഹിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുക. നക്സലിസവും ഭൗതിക തീവ്രവാദവും ഇല്ലാതാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 21ാം നൂറ്റാണ്ടിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വെല്ലുവിളികൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനമാണ്. നക്സലിസവും മാവോയിസവും ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയെ നശിപ്പിച്ചു. അമ്മമാരുടെ മക്കളെ അവരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ജീവിതം നശിപ്പിച്ചു. ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നങ്ങൾ തകർത്തു. ഈ നക്സലിസം 4 പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തു. തോക്കിൻ മുനയിൽ ഭരണഘടന കയറി മുറിച്ചു. രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ സംരക്ഷണത്തിനായി നമ്മുടെ പോലീസിലെയും സുരക്ഷാ സേനയിലെയും 3500-ലധികം പേർ രക്തസാക്ഷികളായി യുദ്ധത്തിൽ മരിക്കുന്ന സൈനികരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ രക്തസാക്ഷികളായി സാധാരണക്കാർക്ക് സുരക്ഷിതരാകാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നു. ഈ നക്സലിസം ഭൂമിയെ രക്തരൂക്ഷിതമായ ഒരു ഭൂമിയാക്കി മാറ്റി. 2014 നിങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയപ്പോൾ രാജ്യത്തെ നക്സലിസത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഇന്ന് നക്സലൈറ്റ് മാവോയിസ്റ്റ് ആക്രമണത്തിന് അതിന്റെ അവസാന ശ്വാസത്തിൽ പോലും അതിജീവിക്കാനുള്ള ശക്തിയില്ല. എന്നാൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് നാം നീങ്ങുകയാണ്. നക്സലൈറ്റുകൾ വെടിയുതിർത്തിരുന്ന ഭൂമി രക്തത്താൽ പുരണ്ടിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും പരിശ്രമത്തിന്റെയും ത്രിവർണ്ണ പതാക അലയടിക്കുന്നു. എന്നാൽ ഈ വെല്ലുവിളിയെ നമ്മൾ കുറച്ചു കാണുന്നില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം. വർഷങ്ങളായി മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുള്ള ആളുകൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒതുങ്ങി നിൽക്കുകയും ഗവൺമെന്റ് കമ്മിറ്റികൾ വഴി ഉപദേശകരായി നയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു. വനങ്ങളിലെ സായുധ നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യുന്നതിലും രാജ്യത്തെ ആ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിലും നാം വിജയിച്ചു. എന്നാൽ സായുധ നക്സലൈറ്റുകൾ ഇല്ലാതെയായിട്ടും ബുദ്ധിജീവി നക്സലൈറ്റുകൾ ഇപ്പോഴും അവസരങ്ങൾ തേടുകയാണ്. സമൂഹത്തിൽ അക്രമവും അരാജകത്വവും വ്യാപിപ്പിക്കാനുള്ള വഴികൾ തേടുന്നു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി വിവിധ തന്ത്രങ്ങൾ അവലംബിക്കുന്നു. ഈ ബുദ്ധിജീവി നക്സലൈറ്റുകളെ തിരിച്ചറിയണം, അവരെ ഒറ്റപ്പെടുത്തണം. രാജ്യത്തെ യുവതലമുറയെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കണം. ദേശീയ പ്രതിരോധവും സിവിൽ പ്രതിരോധവും ശക്തിപ്പെടുത്തൽ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുരക്ഷിതമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വെല്ലുവിളി അതിർത്തികൾക്കുള്ളിലോ അപ്പുറത്തോ ആകട്ടെ, ഇന്ത്യ എല്ലാ സാഹചര്യങ്ങൾക്കും സജ്ജമാണ്. ഇന്ന് യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം ഇനി അതിർത്തിയിൽ മാത്രമല്ല നടക്കുന്നത്. റിഫൈനറികൾ, ബാങ്കിംഗ് സംവിധാനങ്ങൾ, ഡാറ്റാ സെന്ററുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നു. പുതിയ തരത്തിലുള്ള സംഘർഷങ്ങളിൽ ഫാക്ടറികൾ നശിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചിരുന്നു. പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം 50 മടങ്ങ് വർദ്ധിച്ചു. നമ്മുടെ ആയുധങ്ങൾ ഏകദേശം 100 രാജ്യങ്ങളിൽ എത്തുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ അന്തസ് ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ആയുധങ്ങൾ ശക്തിപ്പെടുത്തുകയും നമ്മുടെ സൈനിക സേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും വേണം. എന്നാൽ അതോടൊപ്പം നമ്മുടെ പൗരന്മാരെയും തയ്യാറാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ യുദ്ധങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ രാജ്യത്ത്
വികസിത സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത്, വരും ദിവസങ്ങളിൽ പൗരന്മാരെ ആധുനിക പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളുമായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഊർജ്ജസ്വലമായ ഒരു സിവിൽ ഡിഫൻസ് ശൃംഖല കെട്ടിപ്പടുക്കുമെന്ന് ആധുനിക വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്നതിനായി ഞങ്ങൾ വളരെ വലിയ ഒരു സന്നദ്ധ സിവിൽ ഡിഫൻസ് ഫോഴ്സ് സൃഷ്ടിക്കാൻ പോകുന്നു. സ്ത്രീശക്തിയെ ആഘോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സംഭാവന നമുക്കെല്ലാവർക്കും പ്രചോദനത്തിന്റെ ഒരു വലിയ ഉറവിടമായി മാറിയിരിക്കുന്നു. അത് യുദ്ധവിമാനമായാലും സിവിൽ ഏവിയേഷൻ ആയാലും നമ്മുടെ പെൺമക്കളാണ് മുൻപന്തിയിൽ. കായിക മേഖലയായാലും നമ്മുടെ പെൺമക്കൾ മുന്നിലാണ്. സ്റ്റെം വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനമായാലും നമ്മുടെ പെൺമക്കൾ നേതൃത്വം നൽകുന്നു. രാജ്യത്തിന്റെ സൈന്യത്തെ വളരെ അഭിമാനത്തോടെ നയിക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആദിവാസി പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന സനദിലെ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് ഞാൻ അടുത്തിടെ സന്ദർശിച്ചു. പാസ്പോർട്ട് എന്താണെന്ന് പോലും അറിയാത്ത ഗ്രാമങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ പരിശീലനത്തിനായി വിദേശത്തേക്ക് പോയി ചിപ്പ് നിർമ്മാണത്തിൽ ജോലി ചെയ്യാൻ തിരിച്ചെത്തി. അവർ കാണിച്ച ആത്മവിശ്വാസം എന്നെ ശരിക്കും ആകർഷിച്ചു. ഇന്ന് 3 കോടി സഹോദരിമാരെ ലഖ്പതി ദീദികൾ ആക്കുക എന്ന ലക്ഷ്യം ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങൾ അത് മറികടന്നു. ഇപ്പോൾ 6 കോടി ലക്ഷപതി ദീദികൾ ആക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതായത് അമ്മമാരുടെ ശക്തിയിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയ മാറ്റം വരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും നമ്മുടെ സ്ത്രീകളിൽ വലിയൊരു വിഭാഗം പൊതുപ്രതിനിധികളായി മാറുകയും രാജ്യത്തെ നയിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കഴിവുള്ള നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പാർലമെന്റിൽ ഞങ്ങൾ നാരി ശക്തി വന്ദൻ നിയമം പാസാക്കി. എന്നിരുന്നാലും ഒരു കാരണത്താലോ മറ്റൊരു കാരണത്താലോ കഴിഞ്ഞ 40 വർഷമായി ഈ സ്വപ്നം രാഷ്ട്രീയത്തിന്റെ വേദിയിലേക്ക് ഇരയായി. ഇന്ന് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുമ്പാകെ ചെങ്കോട്ടയുടെ കോട്ടകൊത്തളങ്ങളിൽ നിന്നുള്ള ത്രിവർണ്ണ പതാകയുടെ തണലിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, എത്രയും വേഗം മുന്നോട്ട് വന്ന് നമ്മുടെ സ്ത്രീകളുടെ ശക്തിയെ ബഹുമാനിക്കുക. നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർക്കും നിയമസഭകളിലും ലോകസഭകളിലും 33% പ്രാതിനിധ്യം ലഭിക്കുകയും ഇന്ത്യയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സംഭാവന നൽകുകയും വേണം. ഇതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, മുന്നോട്ട് വരൂ, വനിതാ സംവരണം നടപ്പിലാക്കൂ, എന്റെ അമ്മമാർക്കും സഹോദരിമാർക്കും അവകാശങ്ങൾ നൽകൂ, എല്ലാവർക്കും സാമൂഹിക സുരക്ഷയും ആരോഗ്യ സംരക്ഷണവും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വികസനം അവസാനത്തെ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ വികസിത ഇന്ത്യ എന്ന പ്രതിജ്ഞ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. 2014 മുമ്പ് 25 കോടി ആളുകൾക്ക് മാത്രമേ സാമൂഹിക പരിരക്ഷ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദശകത്തിൽ ഞങ്ങൾ 100 കോടി നാട്ടുകാരിലേക്ക് സാമൂഹിക സുരക്ഷ വ്യാപിപ്പിച്ചു. അല്ലായിരുന്നെങ്കിൽ 5 മുതൽ 7 പതിറ്റാണ്ട് വരെ എടുക്കുമായിരുന്ന ഒരു ദൗത്യം. ആയുഷ്മാൻ ഭാരത് യോജനയിലൂടെ 70 വയസ്സുള്ള പ്രായമുള്ളവർക്ക് പോലും ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ സൗജന്യ വൈദ്യ ചികിത്സ ലഭിക്കുന്നു. കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിച്ചു. കൂടാതെ ആയുഷ്മാൻ കാർഡ് കാരണം ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങൾക്ക് മരുന്നുകൾക്കായി ശസ്ത്രക്രിയകൾക്കായി ചെലവഴിക്കുമായിരുന്ന 2 ലക്ഷം കോടി രൂപ ലാഭിക്കപ്പെടുന്നു. സെൻസസിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് എനിക്ക് ഒരു ദൗത്യത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കൾ, നേതൃത്വം വഹിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സമയത്തിന്റെ 1-2 മണിക്കൂർ മാത്രമേ രാജ്യത്തിന് വലിയ ശക്തി നൽകും. ഇക്കാലത്ത് രാജ്യത്ത് സെൻസസ് ജോലികൾ നടക്കുന്നുണ്ട്. എണ്ണൽ മാത്രം കണക്കുകൾ കൊണ്ട് ഫലങ്ങൾ നേടുന്നില്ല. നയങ്ങളും പദ്ധതികളും അതിന്റെ സൂക്ഷ്മതകളിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. രാജ്യം മുന്നോട്ട് പോകുന്നതിനുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നു. അതുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമായത്. ചിലപ്പോൾ സർക്കാരിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ തിരക്കിലാണ്. അക്ഷരത്തെറ്റുകളോ വിശദാംശങ്ങളോ ഉപയോഗിച്ച് തെറ്റുകൾ സംഭവിക്കുന്നു. ഇത് അന്തിമ ഫലങ്ങൾ ശരിയായി ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇപ്പോൾ സാങ്കേതിക വിദ്യ ലഭ്യമായതിനാൽ ഇത്തവണ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സെൻസസിനായി നിങ്ങളുടെ സ്വന്തം വിവരങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും. പിന്നീട് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥനോ പ്രതിനിധിയോ വരും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡിജിറ്റലായി പൂർത്തിയാക്കുകയാണെങ്കിൽ വിശദാംശങ്ങളിലോ
അക്ഷര വിന്യാസത്തിലോ തെറ്റുകൾ ഉണ്ടാകില്ല. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കുമ്പോൾ അത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. രാജ്യത്തെ യുവാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം ഇരിക്കുക, മുഴുവൻ ഫോമും മനസ്സിലാക്കുക, ആദ്യം അത് പേപ്പറിൽ പൂരിപ്പിക്കുക, എന്തെങ്കിലും തെറ്റുകൾ തിരുത്തുക, തുടർന്ന് അത് ഡിജിറ്റലായി അപ്ലോഡ് ചെയ്യുക. അത് ശരിയായ ജോലികൾക്കായി രാജ്യത്തിന്റെ സമയവും വിഭവങ്ങളും ലാഭിക്കും. അതുകൊണ്ടാണ് എൻ്റെ രാജ്യത്തിന്റെ യുവാക്കളോട് ഈ സെൻസസ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വികസിത ഇന്ത്യക്കായുള്ള ഒരു പൊതുവായ ദൃഢനിശ്ചയം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്നുള്ള 7 സുപ്രധാന അരുവികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ അരുവികളും രാജ്യത്തിന് ആത്മാഭിമാനത്തോടെയും ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവോടെയും മുന്നോട്ട് പോകുന്നതിന് വലിയ ശക്തി നൽകും. അടിമത്തത്തിന്റെ മാനസികാവസ്ഥയെ നാം ഓരോ നിമിഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ട, ബാബാ സാഹിബ് അംബേദ്കർ കണ്ട, പണ്ഡിറ്റ് നെഹ്റു കണ്ട, സർദാർ പട്ടേൽ, ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവർ കണ്ട, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കണ്ട, ഭഗവാൻ ബിർസ മുണ്ട കണ്ട, ജ്യോതിബ ഫൂലെ കണ്ട ഇന്ത്യയുടെ സ്വപ്നം ഇവരിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വരൂ, നമുക്ക് ഈ ദൃഢനിശ്ചയം ആവർത്തിക്കാം. രാഷ്ട്രത്തിന്റെ താല്പര്യം നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുകളിലായിരിക്കട്ടെ. കടമ നമ്മുടെ വ്യക്തിത്വമാകട്ടെ. സമയം നമ്മുടേതാണ്, അവസരം നമ്മുടേതാണ്, ദൃഢനിശ്ചയം നമ്മുടേതാണ്. വരൂ, നമുക്ക് സ്വപ്നങ്ങളെ ദൃഢനിശ്ചയങ്ങളായും ദൃഢനിശ്ചയങ്ങളെ കഴിവുകളായും കഴിവുകളെ വിജയമായും മാറ്റാം. ഓരോ ചുവടും വികസനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാക്കി മാറ്റാം. നമുക്ക് മനസ്സിനോട് മനസ്സ് ചേർത്ത് ലക്ഷ്യവുമായി ബന്ധം പുലർത്താം. ഒരു വിളക്കോടെ ആയിരക്കണക്കിന് വിളക്കുകൾ പ്രകാശിക്കും. വരൂ, നമുക്ക് ഒരുമിച്ചൊരു വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാം. ഈ ഒരു വികാരത്തോടെ ഈ ഒരു ശുഭകരമായ ഉത്സവത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നിരവധി ആശംസകൾ. എന്നോടൊപ്പം പറയുക, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം. വളരെ നന്ദി. നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ പരിഭാഷയാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ഒരു പരിഭാഷ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഇത് പൂർണ്ണ രൂപത്തിൽ കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഇത്രത്തോളം മലയാളത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. പരമാവധി മലയാളികളിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക.